നടുക്കുന്നതും സങ്കടകരവുമായ ഒരു വാർത്തയിലേക്കാണ് ഇന്ന് സംസ്ഥാനം ഉണർന്നത്. കൊട്ടാരക്കര നീലേശ്വരത്ത് വിദ്യാർത്ഥിയടക്കം 3 പേരുടെ ജീവനെടുത്ത് വില്ലനായത് ഒരു ടിപ്പർ ലോറിയാണ്. അപകടത്തിന് പിന്നാലെയുള്ള അന്വേഷണത്തിൽ ഡ്രൈവർക്ക് ഹെവി വെഹിക്കിൾ ലൈസൻസ് ഇല്ലെന്നും സ്പീഡ് ഗവർണറും GPS ഉൾപ്പെടെ വാഹനത്തിന് ഇല്ലെന്നുമാണ് കണ്ടെത്തൽ. മാത്രവുമല്ല, ടിപ്പറിന് മണ്ണെടുക്കാനുള്ള പാസുമില്ല. നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള സർവീസും അത് വരുത്തിവെച്ച അപകടത്തിനും ആരുത്തരം പറയും? കർശന നിയമങ്ങൾ ഉണ്ടായിട്ടും അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ? അപകടം വരുത്തിവെച്ച വിനയോ പൊതുജനത്തിന് എന്ത് പറയാനുണ്ടെന്ന് കേൾക്കാം. കൊട്ടാരക്കര നീലേശ്വരത്തുണ്ടായ അപകടം ബോധപൂർവം വരുത്തിവെച്ച അപകടമാണോ? അപകടങ്ങൾ വരുമ്പോൾ മാത്രമാണോ നമ്മുടെ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്? അപകട സ്ഥലത്തുള്ള ജനങ്ങൾ പ്രതികരിക്കുന്നു. സമയം മറികടക്കാൻ വേണ്ടി ചെയ്തതാണ് ഒന്ന്. രണ്ടാമെന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരക്കര പ്രദേശത്ത് അനധികൃതമായിട്ട് മണ്ണെടുപ്പ് കൂടുതലുണ്ടെന്ന് പല ചാനലുകളിലും പല മാസങ്ങൾ കൊണ്ട് ഇങ്ങനെ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലൊന്നും ആൾക്കാർ കേൾക്കാതെ അവരവരുടേതായ ഇഷ്ടത്തിൽ പ്രകാരം മണ്ണെടുത്തുകൊണ്ടിരിക്കുക. ഈ മണ്ണും കൊണ്ട് വന്ന വണ്ടി ഞാൻ പോയി നോക്കിയായിരുന്നു. അതിൻ്റെ മറ്റെന്തോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ച് വെച്ചോണമെന്ന് അതിൻ്റെ സൈഡിലെല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അത് മൊത്തം ദൂരപ്പെടുത്തിയിരിക്കുന്ന സാധനമാണ്. ബോധപൂർവം തന്നെ ഡ്രൈവർ വരുത്തി വെക്കുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി അവൻ ഏത് രീതിയിലാണ് വന്നതെന്നും നമുക്കറിയത്തില്ല. പക്ഷെ എന്തോ അല്ല, അവൻ്റെ ഇതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ മരിച്ചത്. രാവിലെ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾ ചോറും കെട്ടി ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ്. ഇവിടെ നല്ല ഇറക്കമാണ്, നല്ല സ്പീഡിലാണ് വണ്ടി വരുന്നത്. ഇവിടെ എന്ന് 7 മണിയാകുമ്പോൾ കൊച്ചുങ്ങൾ സ്കൂളിൽ പോയി ഇവിടെ എല്ലാവരും നിൽക്കും. അന്നേരം തോന്നില്ല, വന്ന് കയറി തട്ടിപ്പോയി. മലപ്പുറം വെച്ച ഈ വണ്ടി ഓവർ സ്പീഡിൽ വന്ന് മറിഞ്ഞതാണ്. സർക്കാർ മെഷീനുകളെല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ഒറ്റപ്പെട്ട സംഭവം ഇത് പറയാൻ പറ്റത്തുള്ളൂ. ഒരു വ്യക്തി ഇപ്പോൾ പെട്ടെന്ന് വന്ന് ഇങ്ങനെ ഒരു ഓവർ സ്പീഡിലൊരു വണ്ടി വന്നത് കൊണ്ട് എല്ലാവരും മോശമാണെന്നോ ഒന്നുമല്ല. ഇത് നല്ല സ്പീഡുണ്ടായിരുന്നു, അപ്പോൾ കണ്ടിരുന്നവരെല്ലാം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ എന്നെ ഓവർടേക്ക് ചെയ്താണ് അദ്ദേഹം വണ്ടി കൊണ്ട് താഴോട്ട് പോരുന്നത്. അപ്പോൾ ആ സ്പീഡ് ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സ്പീഡുണ്ട്. ആ സ്പീഡിൻ്റെ അയാളുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത്. അല്ലാതെ മൊത്തത്തിൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അപകടങ്ങളാണല്ലോ. ഈ പറഞ്ഞ കണക്ക് നമ്മളെ ഇനി നാളത്തെ കാര്യം എന്തോ വേണമെന്ന് ചിന്തിപ്പിക്കാനുള്ളൊരു അപകടം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആൾക്കാർ. എന്നാലേ അതിൻ്റെ ഒരു പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അതാണ് ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നം. കാരണം വെച്ചാൽ അവിടെ നിന്നൊരു ഇറക്കമാണ്. ഇവിടെ അതൊരു ബൈ റൂട്ട് ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ഇത് മെയിൻ റോഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ബ്രേക്കറോ അല്ലെങ്കിൽ ഒരു ഇതോ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്ലോ ആക്കി വരാൻ പറ്റുന്നു. അതിലുപരി ടിപ്പർ എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ അമിത വേഗത, അല്ലാതെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വാഹനമാണ്. അതിൻ്റെ ഈ ചെറിയൊരു വാഹനങ്ങൾ പോകാൻ പോലും അത് കാണാൻ വേണ്ടി പറ്റത്തില്ല. അത്രയ്ക്ക് ഡേഞ്ചറായിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്പീഡ് ഒന്ന് മാക്സിമം കുറയ്ക്കല്ല. സ്പീഡ് ബ്രേക്കറോ അതിൻ്റെ ചെക്കിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ, നമ്മളെ ഈ ഫിറ്റ്നസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനൊരു വരുന്നില്ല. പുതിയ സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് മുഴുവൻ വാഹനങ്ങളും ഇനി മുതൽ പരിശോധിച്ചായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ സർക്കാർ അധികാരത്തിലെത്തി ഫസ്റ്റിലെ തന്നെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളുമായി MPD അടക്കം കൃത്യമായിട്ടുള്ള മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടി കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇത് ചില ആളുകൾ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങുന്നത്. കൃത്യമായി സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് ഞങ്ങൾ നിലവിലെ ഗതാഗത മന്ത്രിയുമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള നടപടി ഈ വിഷയത്തിലുണ്ടാവും. അപകടങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ സിസ്റ്റങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അതും കുറച്ച് ദിവസങ്ങൾ മാത്രം. അങ്ങനെ പോരാ എന്നാണ് ഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം നീലേശ്വരത്ത് നിന്നും ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.